നമസ്കാരം. രാജീവ് ചന്ദ്രശേഖർ MLA സ്ഥാനം രാജിവെക്കും. BJPയുടെ സംഘടനാ സംവിധാനം തകർന്നു. കേരളത്തിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ആ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മുൻകൂട്ടി തുടക്കമിട്ടുകൊണ്ട് BJP ഒരു പടി മുന്നിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ജയസാധ്യതയുള്ള A+ മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേക തന്ത്രങ്ങൾ മെനയുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി പാർട്ടി കേന്ദ്ര ഘടകത്തിൻ്റെ നിർദ്ദേശമെത്തിയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള പ്രമുഖ നേതാക്കൾക്ക് തന്നെ ബന്ധപ്പെട്ട മണ്ഡലങ്ങളിലെ സംഘടനാ ചുമതല നൽകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ചുമതല ലഭിച്ചവർ കേന്ദ്ര നിർദ്ദേശപ്രകാരം ഇപ്പോൾ തന്നെ മണ്ഡലങ്ങളിൽ സജീവമായിട്ട് രംഗത്തിറങ്ങാൻ പോകുന്നു. സംസ്ഥാനത്ത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശ്ശൂർ ഈ 6 പ്രധാന മണ്ഡലങ്ങളിലാണ് BJP ഇത്തവണ സർവ്വകരുത്തും പുറത്തെടുത്ത് പോരാടാൻ ഒരുങ്ങുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലും തന്ത്രങ്ങളിലും വലിയ വ്യക്തതയോടെയാണ് പാർട്ടി മുന്നേറുന്നത്. അപ്പോൾ ഇതിൽ ആലപ്പുഴ മണ്ഡലത്തിൽ പ്രമുഖ നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ തന്നെ വീണ്ടും BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജനവിധി തേടാനാണ് സാധ്യത. മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ സാന്നിധ്യം വിജയപ്രതീക്ഷ വർദ്ധിപ്പിക്കുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. മറ്റൊന്ന് ഇവിടെ തിരുവനന്തപുരം മണ്ഡലത്തിലാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ പ്രധാന ചുമതല എന്ന് പറഞ്ഞാൽ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനാണ്. മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം ശക്തമാക്കാൻ പോവുകയാണ്. തൃശ്ശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് പാർട്ടിക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു താരം. ഇനി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് ആൻ്റണിക്കാണ് പത്തനംതിട്ടയുടെ ചുമതല. യുവമോർച്ചയുടെ പ്രഭാരി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി തിരഞ്ഞെടുപ്പ് ചുമതലയിൽ മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ പാർട്ടി നിർദ്ദേശിച്ചിരിക്കുകയാണ്. കൊല്ലം മണ്ഡലത്തിലെ സംഘടനാ ചുമതലയും സ്ഥാനാർത്ഥി സാധ്യതയും എന്ന് പറയപ്പെടുന്ന BB ഗോപകുമാറിനാണ്. അതേസമയം മുതിർന്ന നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള V. മുരളീധരൻ ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ സാധ്യത വളരെ കുറവാണ്. അദ്ദേഹം മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന സംഘടനാ പുനഃസംഘടനയിൽ BJP കേന്ദ്ര ഘടകത്തിലെ പ്രമുഖ പദവികളിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുവാനുള്ള സാധ്യതയും പാർട്ടി ആലോചിക്കുകയാണ്. അപ്പോൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവ് വേണമെന്ന മാനദണ്ഡം മുൻനിർത്തി സംസ്ഥാന വൈസ് പ്രസിഡൻ്റായിട്ടുള്ള P. സുധീറിന് പുതിയ ചുമതലകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. BJP മേഖലാ യോഗങ്ങളും ജനറൽ സെക്രട്ടറിമാരുടെയും വൈസ് പ്രസിഡന്റുമാരുടെയും യോഗങ്ങളുമൊക്കെ വിളിച്ച് തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് വേഗം കൂട്ടുകയാണ് BJP നേതൃത്വം ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് ഫണ്ട് വിനിയോഗവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാധ്യമങ്ങളിലൊക്കെ ഉയർന്നു വന്ന ക്രമക്കേട് ആരോപണങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് BJP മുന്നൊരുക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഘടിതമായിട്ടുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നും അടിസ്ഥാനരഹിതവും വ്യാജവുമായിട്ടുള്ള കഥകളെ വാർത്തകളെന്ന പേരിൽ പ്രചരിപ്പിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ അത് തള്ളിക്കളയുമെന്നും BJPയുടെ സംസ്ഥാന അധ്യക്ഷനായുള്ള രാജീവ് ചന്ദ്രശേഖർ പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും സമൂഹ മാധ്യമ പ്രചരണങ്ങൾക്കപ്പുറം ബൂത്ത് തലം മുതൽ സംഘടനാ സംവിധാനം ശക്തമാക്കി തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് സജ്ജമാകാനാണ് BJP കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളുടെ തീരുമാനം. അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ മാധ്യമ പ്രചാരണങ്ങൾ ഉൾപ്പെടുത്തുക എന്നത് തന്നെ ഇപ്പോൾ സംസ്ഥാനത്ത് BJPയുടെ ഒരു നേതൃത്വത്തിൻ്റെ ഒരു ശക്തി ക്ഷയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ പാർട്ടി ഘടകങ്ങളുടെ സംഘടനാ സംവിധാനങ്ങളിലൊക്കെ വല്ലാത്ത ശക്തി കുറവ് വന്നിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്ന ആൾ, അദ്ദേഹം ഈ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം അവർക്ക് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്നുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. അത് 3 MLA-മാരെ അവർക്ക് നേടിയെടുക്കാൻ പറ്റി. മറ്റൊന്ന്, ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ പറ്റി. അവിടെ മേയർ BJPയുടെ ആളാവുകയും ചെയ്തു. അങ്ങനെ ഉള്ള സാധ്യതകൾ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സംഘടനയിൽ നമ്മളീ പറഞ്ഞതുപോലുള്ള ഒരു ശക്തി ഇല്ലായ്മ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, സംഘടനാ സംവിധാനം തകരുന്നു. മാത്രമല്ല, കോടികളുടെ അഴിമതിയാണ് അതിനകത്ത് ഈ പ്രചരണ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ഇങ്ങനെയൊക്കെ പാർട്ടിയെ പലതരത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ആ പ്രചാരണങ്ങളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയെ സ്വാധീനിച്ചിട്ടുണ്ട്. മാത്രമല്ല, ആ പാർട്ടിയുടെ ശക്തി, സംഘടനാ സംവിധാനം അത് ക്ഷയിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തപ്പെടുന്നു. അവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ MLA സ്ഥാനം രാജിവെച്ച് മുന്നോട്ട് പോകാൻ പോകുന്നത്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ MLA സ്ഥാനം രാജിവെക്കുകയാണ് എന്നുണ്ടെങ്കിൽ രാജിവെച്ച് MP ആകാനുള്ള ഒരു ശ്രമത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹത്തിന് MP ആകാനുള്ള സ്ഥാനാർത്ഥി, തിരുവനന്തപുരത്തിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ K. സുരേന്ദ്രൻ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്. അദ്ദേഹം ആറ്റിങ്ങലിൽ മത്സരിക്കുവാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും. അങ്ങനെ പല സ്ഥാനാർത്ഥികളും മുന്നേ കൂട്ടി BJP ഇറക്കുകയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത്. പക്ഷേ ഇവിടെയൊക്കെ
ഈ ഇപ്പോഴുള്ള പല MLA മാർ, ഇപ്പോൾ ഇതിനകത്തുള്ള രാജീവ് ചന്ദ്രശേഖർ ആവട്ടെ, BB ഗോപകുമാർ ആവട്ടെ, ഇനിയുള്ളത് മുരളീധരനാണ്. മുരളീധരൻ മാത്രം രാജിവെക്കില്ല, പകരം സംഘടനാ ചുമതലകളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള താല്പര്യമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിന് ഇനിയൊരു മത്സരത്തിന്, നമുക്കറിയാം തിരുവനന്തപുരത്തും പലയിടങ്ങളിലുമൊക്കെ അദ്ദേഹത്തിനെ മത്സരിപ്പിച്ച് പലപ്പോഴും പരാജയപ്പെട്ടു പോയ ഒരു വ്യക്തിയാണ്. അതുമാത്രമല്ല സംഘടനയുടെ മേൽത്തട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയും കൂടുതലാണ്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ MLA സ്ഥാനം രാജിവെക്കും. അതിനുശേഷം അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുവാനുള്ള തന്ത്രങ്ങൾ മെനയുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കും. തിരുവനന്തപുരമാണ് അദ്ദേഹത്തിൻ്റെ ഏരിയ എന്ന് പറയപ്പെടുന്നത്. എന്തായാലും BJPയുടെ സംഘടനാ സംവിധാനത്തിനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ കാലേകൂട്ടി ചെയ്യുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ.